നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ വളരെ മനോഹരമായൊരു കവിതയാണ് പഠിക്കാൻ പോകുന്നത്. അദ്നാൻ കഫീൽ ദർവേഷ് എഴുതിയ മേരി ദുനിയ കെ തമാം ബച്ചെ അഥവാ എന്റെ ലോകത്തിലെ എല്ലാ കുട്ടികളും എന്ന കവിത. ഈ കവിത കുട്ടികളുടെ നിഷ്കളങ്കതയും അവരുടെ സ്വപ്നങ്ങളും ലോകത്തെ മാറ്റിമറിക്കാനുള്ള അവരുടെ ശക്തിയും എത്രത്തോളം വലുതാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. യുദ്ധവും വെറുപ്പും നിറഞ്ഞൊരു ലോകത്ത് സമാധാനവും സ്നേഹവും എങ്ങനെ കൊണ്ടുവരാൻ കുട്ടികൾക്ക് കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ കവിത നമുക്ക് നൽകുന്നത്. നമുക്ക് കവിതയുടെ ഓരോ ഭാഗങ്ങളായി നോക്കാം. ആദ്യത്തെ ഭാഗം കുട്ടികളുടെ കളിയെയും അവരുടെ നിഷ്കളങ്കതയും കുറിച്ചാണ് പറയുന്നത്. കവി പറയുന്നു, വോ ജമാ ഹോംഗെ ഏക് ദിൻ ഓർ ഖേലേംഗെ ഏക് സാത്ത് മിൽക്കർ. അതായത്, ഒരു ദിവസം കുട്ടികളെല്ലാവരും ഒരുമിച്ചുകൂടും, ഒരുമിച്ച് കളിക്കും. ഇത് ഭാവിയെക്കുറിച്ചുള്ളൊരു വലിയ പ്രതീക്ഷയാണ്. കുട്ടികൾക്കിടയിൽ യാതൊരു ഭിന്നതയൊന്നില്ലാതെ ഒരുമിക്കാൻ കഴിയുമെന്ന് കവി ഇവിടെ എടുത്തു പറയുന്നു. വോ സാഫ് സുധരി ദീവാറോം പർ പെൻസിൽ കി നോക്ക് രഗഡേംഗെ. അവർ വൃത്തിയുള്ള ഭിത്തികളിൽ പെൻസിലിന്റെ മുന ഉരസും. ഇത് കുട്ടികളുടെ സർഗാത്മകതയെയും അവരുടെ നിഷ്കളങ്കമായ ഭാവനയും സൂചിപ്പിക്കുന്നു. അവർക്ക് നിയന്ത്രണങ്ങളില്ലാതെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ वो कुत्तों से बतियाएंगे और बकरियों से और हरे टिड्डों से और चींटियों से भी. അവർ നായ്ക്കളോടും ആടുകളോടും പച്ച പുൽച്ചാടികളോടും എന്തിനേറെ ഉറുമ്പുകളോടും പോലും സംസാരിക്കും. കുട്ടികൾക്ക് എല്ലാ ജീവികളോടും പ്രകൃതിയോടും ഒരുപോലെ സ്നേഹമുണ്ട്. അവർക്ക് പ്രകൃതിയോട് ഇഴകിച്ചേർന്ന് ജീവിക്കാൻ കഴിയുന്നു. വോ ദോഡെങ്കെ ബേതഹാഷ ഹവാ ഓർ ധൂപ് കി മുസൽസൽ നിഗ്രാനി മേ. അവർ കാറ്റിന്റെയും വെയിലിന്റെയും നിരന്തരമായ നിരീക്ഷണത്തിൽ ഭ്രാന്തമായി ഓടും. ഇത് കുട്ടികളുടെ ഊർജ്ജസ്വലതയെയും സ്വാതന്ത്ര്യത്തോടുള്ള അവരുടെ ആഗ്രഹത്തെയും കാണിക്കുന്നു. ഓർ ധർത്തി ധീരെ ധീരെ ഓർ ഫേൽത്തി ചലി ജായേഗി ഉൻകെ പേരോं കെ പാസ്. ഭൂമി പതുക്കെ പതുക്കെ അവരുടെ കാൽക്കീഴിൽ വ്യാപിച്ചുകൊണ്ടേയിരിക്കും. ഇത് കുട്ടികളുടെ കളികളും നിഷ്കളങ്കമായ ഇടപെടലുകളും ലോകത്തിന് കൂടുതൽ വികസിക്കാനും വിസ്തൃതമാകാനുമുള്ള അവസരം നൽകുന്നു എന്നർത്ഥമാക്കുന്നു. ഇനി നമുക്ക് കവിതയുടെ രണ്ടാം ഭാഗത്തിലേക്ക് പോകാം. ഇവിടെ കുട്ടികളുടെ സമാധാനപരമായ പ്രതിഷേധമാണ് കവി അവതരിപ്പിക്കുന്നത്. ബച്ചോ ദ്വാരാ ടാങ്കോ മേ ബാലു ഭർനെ ഓർ ബന്ദൂക്കോं को മിട്ടി മേ ഗാഡ് ദേനെ കാ ക്യാ താത്പര്യ ഹെ. കുട്ടികൾ ടാങ്കുകളിൽ മണൽ നിറയ്ക്കുകയും തോക്കുകൾ മണ്ണിൽ കുഴിച്ചിടുന്നതിനും എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ കവി പറയുന്നത്, കുട്ടികൾ ടാങ്കുകളിൽ മണൽ നിറയ്ക്കുകയും തോക്കുകൾ മണ്ണിൽ കുഴിച്ചിടുന്നതും യുദ്ധത്തിന്റെയും അക്രമത്തിന്റെയും പ്രതീകങ്ങളെ ഇല്ലാതാക്കുന്നതിനെയാണ്. സമാധാനത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയും യുദ്ധത്തിനെതിരായുള്ള അവരുടെ നിഷ്കളങ്കമായ പ്രതിഷേധവുമാണ് ഇതിലൂടെ കാണിക്കുന്നത്. വോ സഡ്കോം പർ ഗഡ്ഢെ ഗോദേംഗെ ഓർ പാനി ഭർദേംഗെ ഓർ പാനിയോ മേ ഛപാഛപ് ലോട്ടേംഗെ. അവർ റോഡുകളിൽ കുഴികളുണ്ടാക്കി വെള്ളം നിറയ്ക്കും, എന്നിട്ടാ വെള്ളത്തിൽ തുഴഞ്ഞു കളിക്കും. ഇത് സാധാരണ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താനുള്ള കുട്ടികളുടെ കഴിവ് വ്യക്തമാക്കുന്നു. യുദ്ധത്തിൽ തകർന്ന ലോകത്തുപോലും അവർക്ക് സന്തോഷവും കളിയും കണ്ടെത്താൻ സാധിക്കുന്നു. വോ പ്യാർ കരേംഗെ ഏക് ദിൻ ഉൻ സബ്സെ ജിൻസെ തുമ്നെ ഉൻഹെ നഫ്രത് കർണ സിഖായാ ഥാ. അവരൊരു ദിവസം സ്നേഹിക്കാൻ പഠിപ്പിക്കപ്പെട്ട എല്ലാവരെയും സ്നേഹിക്കും. ഇത് വിദ്വേഷത്തിന്റെ മതിലുകളെ തകർത്ത് സ്നേഹത്തിന്റെ പാലങ്ങൾ കെട്ടിപ്പടുക്കാൻ കുട്ടികൾക്ക് സാധിക്കുമെന്നുള്ള ഒരു ശക്തമായ സന്ദേശമാണ്. ദീവാറോ മേ ഛേദ് കർ ആർപാർ ദേഖ്ന യഹാ കിസ്കി ഓർ സങ്കേത് ഹെ. ഭിത്തികളിൽ തുളച്ച് അപ്പുറം കാണുക. ഇവിടെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കുട്ടികൾ മതിലുകളിൽ തുളച്ച് അപ്പുറം കാണാൻ ശ്രമിക്കുന്നത് അതിരുകളില്ലാത്ത ലോകത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടാണ്. ഭിന്നതകളെ തകർത്ത് അപ്പുറത്തുള്ളവരെയും മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നു. വോ സഹസാ ചീഖേംഗെ ഓർ കഹെംഗെ ദേഖോ ഉസ് പാർ തോ മൗസം തോ ഹമാരി യഹാ ജൈസാ ഹി ഹെ. അവർ പെട്ടെന്ന് നിലവിളിക്കും, എന്നിട്ട് പറയും, നോക്കൂ, അപ്പുറത്തും നമ്മുടെ ഇവിടെ ഉള്ളതുപോലെ തന്നെ കാലാവസ്ഥയാണ്. ഇത് മനുഷ്യർക്കിടയിലുള്ള സമാനതകളെക്കുറിച്ചും അതിരുകൾക്കപ്പുറം എല്ലാവരും ഒന്നു തന്നെയാണെന്നുള്ള കുട്ടികളുടെ തിരിച്ചറിവിനെയും സൂചിപ്പിക്കുന്നു. വോ ഹവാ ഓർ ധൂപ് കോ അപ്നെ ഗാലോं के गिर्द महसूस करना चाहेंगे और तुम उस दिन उन्हें नहीं रोक पाओगे. അവർ കാറ്റിനെയും വെയിലിനെയും തങ്ങളുടെ കവിളുകളിൽ അനുഭവിക്കാൻ ആഗ്രഹിക്കും. ആ ദിവസം നിങ്ങൾക്കവരെ തടയാനാവില്ല. കുട്ടികളുടെ സ്വാതന്ത്ര്യത്തോടുള്ള ആഗ്രഹത്തെയും അവരുടെ സ്വാഭാവികമായ വളർച്ചയും തടയാൻ ആർക്കും കഴിയില്ല എന്ന് ഇവിടെ പറയുന്നു.
एक दिन तुम्हारे महफूज घरों से बच्चे बाहर निकल आएंगे और पेड़ों पे घोंसले बनाएंगे. ഒരു ദിവസം നിങ്ങളുടെ സുരക്ഷിതമായ ഭവനങ്ങളിൽ നിന്ന് കുട്ടികൾ പുറത്തിറങ്ങും, മരങ്ങളിൽ കൂടുകളുണ്ടാക്കും. ഇത് കുട്ടികൾ സ്വന്തം ലോകം കെട്ടിപ്പടുക്കുന്നതിനെയും പ്രകൃതിയോട് ഇഴകിച്ചേർന്ന് ജീവിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. ഉൻഹെ ഗിലഹരിയാ കാഫി പസന്ദ് ഹെ, വോ ഉൻകെ സാഥ് ഹി ബഡാ ഹോനാ ചാഹേംഗെ. കുട്ടികൾക്ക് അണ്ണാന്മാരെ വളരെ ഇഷ്ടമാണ്, അവർ അവരോടൊപ്പം വളരാൻ ആഗ്രഹിക്കുന്നു. കുട്ടികൾക്ക് പ്രകൃതിയോടുള്ള അടുപ്പത്തെയും അവരുടെ നിഷ്കളങ്കമായ സ്വഭാവത്തെയും ഇതെടുത്തു കാണിക്കുന്നു. അവസാനമായി നമുക്ക് കവിതയുടെ മൂന്നാം ഭാഗം നോക്കാം. ഇവിടെ കുട്ടികളുടെ ലോകം മാറ്റാനുള്ള ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. തുമ്ഹാരി ബനായി ഹർ ചീസ് കോ ഖിലോന ബനാ ദേംഗെ സെ ക്യാ താത്പര്യ ഹെ. നിങ്ങളുണ്ടാക്കിയ എല്ലാ കാര്യങ്ങളെയും കളിപ്പാട്ടങ്ങളാക്കി മാറ്റും. ഇതിന്റെ അർത്ഥം എന്താണ്? കുട്ടികൾ ലോകത്തെ തങ്ങളുടേതായ രീതിയിൽ മാറ്റിയെടുക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വലിയവരുണ്ടാക്കിയ കാര്യങ്ങൾ പോലും അവർക്ക് കളിപ്പാട്ടങ്ങൾ പോലെ സിമ്പിളാക്കാൻ സാധിക്കും. തും ദേഖോഗെ ജബ് വോ ഹർ ചീസ് ഉലട്ട് പുലട്ട് ദേംഗെ ഉസേ ഓർ സുന്ദർ ബനാനെ കെ ലിയെ. നിങ്ങൾ കാണും, അവരെല്ലാ കാര്യങ്ങളും മാറ്റിമറിക്കും, അതിനെ കൂടുതൽ മനോഹരമാക്കാൻ. ലോകത്തെ കൂടുതൽ മെച്ചപ്പെട്ടതും മനോഹരമായി മാറ്റാനുള്ള കുട്ടികളുടെ സ്വാഭാവികമായ കഴിവ് ഇവിടെ വ്യക്തമാക്കുന്നു. ഏക് ദിൻ മേരി ദുനിയ കെ തമാം ബच्चे ചീंटियों, कीटों, नदियों, पहाड़ों, समुद्रों और तमाम वनस्पतियों के साथ मिलकर धावा बोलेंगे और तुम्हारी बनाई हर चीज को खिलौना बना देंगे. ഒരു ദിവസം എന്റെ ലോകത്തിലെ എല്ലാ കുട്ടികളും ഉറുമ്പുകൾ, പ്രാണികൾ, നദികൾ, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, എല്ലാ സസ്യജാലങ്ങളോടും ചേർന്ന് മുന്നോട്ടുവരും. നിങ്ങളുണ്ടാക്കിയ എല്ലാ കാര്യങ്ങളെയും കളിപ്പാട്ടങ്ങളാക്കി മാറ്റും. ഇത് പ്രകൃതിയോടും ചുറ്റുപാടുകളോടും ചേർന്നുകൊണ്ട് ലോകത്തെ നല്ല മാറ്റങ്ങളിലേക്ക് നയിക്കാൻ കുട്ടികൾക്കുള്ള ശക്തിയെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷയാണ്. അവർക്ക് സമാധാനപരമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ സാധിക്കും. അപ്പോൾ കുട്ടികളെ, മേരി ദുനിയ കെ തമാം ബच्चे എന്ന ഈ കവിത കുട്ടികളുടെ നിഷ്കളങ്കതയും സാഹസികതയും സ്നേഹവും ലോകത്തെ മെച്ചപ്പെടുത്താനുള്ള അവരുടെ കഴിവുമെല്ലാം മനോഹരമായി ചിത്രീകരിക്കുന്നു. ഭാവിയുടെ പ്രതീക്ഷ കുട്ടികളിലാണെന്നും അവർക്ക് വിദ്വേഷത്തെയും യുദ്ധത്തെയും സ്നേഹവും സമാധാനവും കൊണ്ട് അതിജീവിക്കാൻ കഴിയുമെന്നും ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നന്ദി.